റോഡ് ടു ഡൽഹിയിലേക്ക് വിശദമായി. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ നടക്കുമെങ്കിലും ആരൊക്കെ മന്ത്രിസഭയിൽ എത്തും എന്നതിൽ സസ്പെൻസ് തുടരുകയാണ്. രണ്ടാം മോദി സർക്കാർ മന്ത്രിസഭയിലെ മുതിർന്ന BJP അംഗങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല. അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവരുടെ കാര്യത്തിൽ ചില അവ്യക്തതകൾ ഉണ്ടെങ്കിലും മറ്റുള്ള ഏതാണ്ട് എല്ലാ നേതാക്കളും സർക്കാരിന്റെ ഭാഗമാകും. കൂടാതെ JP നദ്ദ, ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ നേതാക്കളും മന്ത്രിസഭയിലെത്തും. വനിതകൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന BJP പട്ടികയിൽ ബാൻസുരി സ്വരാജും സുരേഷ് ഗോപിയും ഇടം പിടിക്കും. അബ്കി ബാർ 400 പാർ. ഇത്തവണ 400 കടക്കാൻ ലക്ഷ്യമിട്ട BJP അതിന്റെ പരിസരത്ത് പോലും എത്തിയില്ല. കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാനാണ് ഇപ്പോൾ BJP തയ്യാറെടുക്കുന്നത്. ഇന്നലെ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗം ഇതിനായി മോദിയെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ച നരേന്ദ്രമോദി തന്റെ മുൻ സർക്കാരിന്റെ ഭാഗമായ മുതിർന്ന നേതാക്കളെ പുതിയ സർക്കാരിലും നിലനിർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, S ജയശങ്കർ, ജ്യോതിരാദിത്യ സിന്ധ്യ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ്, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയവരെല്ലാം മന്ത്രിസഭയിൽ ഇടം പിടിക്കും. അമേഠിയിൽ തോറ്റെങ്കിലും സ്മൃതി ഇറാനിക്കും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് വിവരം. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, കാലാവധി പൂർത്തിയാക്കുന്ന BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവരും നാളെ സത്യവാചകം ചൊല്ലും. അമിത്ഷാ, നിർമ്മല സീതാരാമൻ എന്നിവർ സംഘടനാ രംഗത്തേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം പാർട്ടി പരിഗണിക്കുന്നുണ്ട്. നിർമ്മല സീതാരാമനെ പാർട്ടിയുടെ അധ്യക്ഷയാക്കണമെന്നാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ലിസ്റ്റ് രാഷ്ട്രപതിക്ക് കൈമാറും മുമ്പ് നരേന്ദ്രമോദി കൈക്കൊള്ളും. മന്ത്രിസഭയിലേക്ക് വനിതകൾക്ക് കൂടുതൽ പരിഗണന BJP നൽകുമെന്നാണ് വിവരം. ബാൻസുരി സ്വരാജ്, ഡോക്ടർ ലതാ വാങ്കഡെ, സാവിത്രി താക്കൂർ എന്നിവരാകും പാർട്ടിയുടെ വനിതാ മുഖങ്ങൾ. സുഷമ സ്വരാജിന്റെ മകളാണ് ബാൻസുരി സ്വരാജ്. മധ്യപ്രദേശിലെ സാഗർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ലതാ വാങ്കഡെ. പട്ടികവർഗ സംവരണ മണ്ഡലമായ മധ്യപ്രദേശിലെ ധർ മണ്ഡലത്തിൽ നിന്നാണ് സാവിത്രി തെരഞ്ഞെടുക്കപ്പെട്ടത്. നിർദ്ദേശങ്ങൾ ഇപ്രകാരമൊക്കെയാണെങ്കിലും പ്രാദേശിക സന്തുലിതാവസ്ഥ, ജാതി സമവാക്യം, ഘടകകക്ഷികളുടെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യം എന്നിവ കൂടി പരിഗണിച്ചാകും BJP മന്ത്രിമാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും. 24 ഡൽഹി. കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ 15ഓളം മന്ത്രിസ്ഥാനങ്ങളാകും ഘടകകക്ഷികൾക്കായി BJP മാറ്റിവെക്കുന്നത്. ശക്തമായ സമ്മർദ്ദം ചെലുത്തി TDPക്ക് ഒരു ക്യാബിനറ്റ് പദവിയും 2 സഹമന്ത്രി പദവും ലഭിക്കും. JDUവിന് ഒരു ക്യാബിനറ്റ് പദവും ഒരു സഹമന്ത്രി പദവും ലഭിക്കാനാണ് സാധ്യത. കേന്ദ്രമന്ത്രിസഭയുടെ ഘടനയിൽ അന്തിമധാരണ രൂപപ്പെടുകയാണ്. ആകെ ഉണ്ടാകാൻ സാധ്യതയുള്ള 57 സ്ഥാനങ്ങളിൽ 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങൾ ഘടകകക്ഷികൾക്ക് കൈമാറും. TDPക്ക് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവും 2 സഹമന്ത്രി പദവുമാണ് ലഭിക്കുക. JDUവിന് ഒരു ക്യാബിനറ്റും ഒരു സഹമന്ത്രി പദവും ലഭിക്കും. LJPക്കും JDSനും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ ആകും ഉണ്ടാകുക. സമാനമായി ശിവസേനയ്ക്കും NCPക്കും ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി പദവിയോ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. തങ്ങളുടെ മന്ത്രിസഭയിലെ പ്രതിനിധികളെ സംബന്ധിച്ച് തെലുങ്കുദേശം ഇതിനകം ഏകദേശ ധാരണയിലെത്തി. ശ്രീകാകുളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കിഞ്ചാരപ്പു രാമോഹൻ നായിഡു ക്യാബിനറ്റ് മന്ത്രിയാകും. പൊമ്മസാനി ചന്ദ്രശേഖർ, വേമിറെഡ്ഡി, പ്രഭാകർ റെഡ്ഡി എന്നിവർക്കാണ് സഹമന്ത്രി സ്ഥാനം. 4ാം മന്ത്രിസ്ഥാനം ലഭിച്ചാൽ D പ്രസാദറാവു, D കൃഷ്ണപ്രസാദ് എന്നിവരിൽ ഒരാൾ സത്യവാചകം ചൊല്ലും. വല്ലഭനേനി ബാലശൗരി കേന്ദ്രമന്ത്രിസഭയിൽ ജനസേന പാർട്ടിയെ പ്രതിനിധീകരിക്കും. ജിതിൻ റാം മാഞ്ചി, ചിരാഗ് പാസ്വാൻ എന്നിവരും 3ാം മോദി സർക്കാരിന്റെ ഭാഗമാകും. HD കുമാരസ്വാമിയാണ് JDS പ്രതിനിധി. തിരിച്ചടികൾക്കിടയിൽ ഉത്തർപ്രദേശിലെ ജാട്ട് മേഖലയിൽ 2 സീറ്റുകൾ നേടിയ RLDയിലെ ജയൻ ചൗധരിയും കേന്ദ്രമന്ത്രിസഭയിലെത്തും. R രാധാകൃഷ്ണൻ, 24 ഡൽഹി. സത്യപ്രതിജ്ഞയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. കേന്ദ്ര ക്യാബിനറ്റിലെ അംഗങ്ങൾ ആരൊക്കെയെന്നതിൽ രാജ്യമൊന്നാകെ ആകാംക്ഷ തുടരുകയാണ്. R രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആർക്കെ ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ TDP, JDU ഇവരുമൊക്കെയായി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. BJPയിൽ നിന്ന് ആരൊക്കെ? കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു പേര് കൂടി ഉണ്ടാകുമോ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വിജയൻ,
നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം പൂർത്തിയാവുകയുള്ളൂ. ഈ മന്ത്രിമാർ ആരൊക്കെയാകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഏകദേശ രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഘടകങ്ങളുടെ അഭിപ്രായം തേടുന്ന നടപടികളടക്കം ഇനി ബാക്കിയായിട്ടുണ്ട്. ഒപ്പം ഈ അംഗങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രാദേശികമായിട്ടുള്ള ചില കാര്യങ്ങൾ അടക്കമുള്ളവയിൽ ഒരു അഭിപ്രായ സമന്വയം എത്തേണ്ടതുണ്ട്. ഘടകകക്ഷികളുടെ കാര്യത്തിലും ഘടകകക്ഷികൾ തീരുമാനിച്ച മന്ത്രിമാരുടെ ജാതി സമവാക്യങ്ങളൊക്കെ പരിഗണിച്ച് മാത്രമേ BJPക്ക് അവരുടെ മന്ത്രി പട്ടിക അവസാനമായിട്ട് ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കാര്യം നമ്മൾ ഇന്നലെ മുതൽ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. രണ്ടുപേരുടെ കാര്യത്തിൽ, അമിത്ഷായുടെ കാര്യത്തിലും നിർമ്മല സീതാരാമൻ്റെ കാര്യത്തിലും മാത്രമാണ് ഏതാനും ചില സംശയങ്ങൾ നിലനിൽക്കുന്നത്. അതിൽ ഈ രണ്ടുപേരും നിലവിലുള്ള സാഹചര്യത്തിൽ BJPയുടെ സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങണം എന്നൊരു നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം എങ്ങനെയായിരിക്കും പാർട്ടി അന്തിമമായിട്ട് പരിഗണിക്കുക എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ രണ്ടുപേരുടെയും മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം. നമുക്ക് ഇപ്പോഴറിയാൻ സാധിക്കുന്നത് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയായിരിക്കും അവസാനമായിട്ട് തീരുമാനം കൈക്കൊള്ളുക. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം ഈ പട്ടിക രാഷ്ട്രപതി ഭവന് കൈമാറും. രാഷ്ട്രപതി ഭവന് കൈമാറുന്നതിന് മുൻപ് ഈ ചർച്ചകൾ പൂർത്തിയാക്കിയായിരിക്കും അദ്ദേഹം തീരുമാനം കൈക്കൊള്ളുക. ഒരുപക്ഷെ നിർമ്മല സീതാരാമനെ സംഘടനാ രംഗത്തേക്കാണ് നിയോഗിക്കുന്നതെങ്കിൽ അവർ JP നദ്ദയ്ക്ക് പകരം, JP നദ്ദയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്, JP നദ്ദയ്ക്ക് പകരം BJPയുടെ അധ്യക്ഷയായി മാറുന്ന ഒരു സാഹചര്യമാകും ഉണ്ടാവുക. നാരീശക്തി എന്നൊക്കെ പറഞ്ഞ് BJP വലിയ പ്രചരണം നടത്തുന്ന ഈ കാലത്ത് അധ്യക്ഷയായി ഒരു വനിത എത്തുന്നു എന്ന രീതിയിൽ BJPക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് അവരുടെ വിചാരം. മറുവശത്ത് അമിത്ഷാ സഭയിൽ ഉണ്ടാകണം എന്ന ഒരു തീരുമാനം, അത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ആ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമിത്ഷാ കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗമായിട്ട് തുടരും, ആഭ്യന്തരമന്ത്രിയായിട്ട് തന്നെ തുടരും എന്നുള്ളതാണ് അറിയാനായി പറ്റുന്നത്. മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഈ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അടക്കമുള്ള മന്ത്രിമാരെ അതേപടി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികളുമായിട്ടുള്ള ആശയവിനിമയം നടക്കുകയാണ്. ആകെയുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ 25 പേരാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ 24 മുതൽ 25 വരെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികൾക്ക് ആകെയുള്ള 57 സീറ്റുകളിൽ നിന്ന് 57 മന്ത്രി പദവികളിൽ നിന്ന് വിട്ടു നൽകാനായിട്ട് തീരുമാനിക്കുന്നത് ഏതാണ്ട് 12 മുതൽ 15 വരെ മന്ത്രിസ്ഥാനങ്ങളായിരിക്കും. അത് അടക്കമുള്ള കാര്യങ്ങളിലും ഇന്ന് രാത്രിയോട് തീരുമാനമുണ്ടാകും. ഏതായാലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം സംബന്ധിച്ചൊരു വ്യക്തത വരുമെന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ നിൽക്കുന്ന രാഷ്ട്രപതി ഭവനിലെ തൊട്ട് പിന്നിലായിട്ട് ഇപ്പോൾ ഈ നാളത്തെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് BJPയുടെ ആൾക്കാരുണ്ട്. അവിടെ വെച്ച് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൂടിയാലോചനകളും ആശയവിനിമയങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രിയോടുകൂടി, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ രാത്രിയോടുകൂടി ഈ പട്ടികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്തിമമായിട്ടുള്ള ധാരണ എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിലേക്ക് എത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പട്ടിക രാഷ്ട്രപതിക്ക് കൈമാറണം. രാഷ്ട്രപതി ഭവൻ മന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് അതിന് തയ്യാറെടുക്കാൻ BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചു എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഏറെക്കുറെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പേര് കൂടി ഉയർന്നു വന്നേക്കാം എന്ന് പറയുന്നു. ആർക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരാളെ പരിഗണിക്കാം കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എന്നത്. അതിൽ എന്തെങ്കിലുമൊക്കെ സൂചനകൾ വന്നിട്ടുണ്ടോ? പലരും പല പേരുകൾ പറയുന്നുണ്ട്. ആർക്കെങ്കിലും അത്തരത്തിൽ തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശം BJP കേന്ദ്ര നേതൃത്വം നൽകിയതായി നമുക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? വിജയൻ, ഇത്രമാത്രമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. BJPയുടെ ദേശീയ നേതൃത്വം ഇത്തവണ ഈ ന്യൂനപക്ഷ സമുദായാംഗങ്ങളുടെ പ്രാതിനിധ്യം 1ഉം 2ഉം നരേന്ദ്രമോദി സർക്കാരിൽ തുലവും തുച്ഛമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പുതിയ സർക്കാരിൽ ന്യൂനപക്ഷ പ്രാതിനിധ്യം കൂടി ഉണ്ട് എന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക, ഇതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ തൃശ്ശൂർ വിജയിക്കാൻ സാധിച്ചത് വലിയ രീതിയിലുള്ള പിന്തുണ, ന്യൂനപക്ഷ സമുദായാംഗങ്ങളുടെ പിന്തുണ വലിയ രീതിയിൽ ആർജിക്കാൻ സാധിച്ചതുകൊണ്ടാണ് എന്ന വിലയിരുത്തലുണ്ട്. ഈ മണിപ്പൂർ പോലെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്തും ഇത്രയധികം പിന്തുണ ലഭിക്കുമെന്ന് ഒരുപക്ഷെ ദേശീയ നേതൃത്വം അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. ആ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ രീതിയിൽ ഉള്ള ഒരു പരിഗണന നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പേര് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സൂചനയും നൽകുന്നില്ല. ചർച്ചകൾ തുടരുകയാണെന്നാണ് പറയുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും പേരാണോ എത്തുന്നത് എന്നതിനെ സംബന്ധിച്ചും വ്യക്തതയില്ല. ഏതായാലും ന്യൂനപക്ഷ
ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പേര് പരിഗണിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ്. മറ്റേതെങ്കിലും വിധത്തിൽ ചർച്ചകൾ വഴിമാറിയില്ലെങ്കിൽ കേരളത്തിന് ആ പ്രാതിനിധ്യം രണ്ടാമത്തെ മന്ത്രി എന്ന രീതിയിൽ ലഭിക്കുകയും ചെയ്യും. വിജയൻ. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ വൈകിട്ട് 6 മണിക്ക് ആരംഭിക്കും. ഡൽഹി കനത്ത സുരക്ഷാ വലയത്തിലാണ്. തലസ്ഥാന അതിർത്തി ഇന്ന് രാത്രി അടയ്ക്കും. നയതന്ത്ര പ്രമുഖരുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. അതീവ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി. പ്രധാന റോഡുകളിൽ ഗതാഗത നിയന്ത്രണത്തിന് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. നിരീക്ഷണ പോസ്റ്റുകൾ, താൽക്കാലിക CCTVകൾ തുടങ്ങിയവയുമുണ്ട്. ഡൽഹി NCT നോ ഫ്ലൈ സോണായി പ്രഖ്യാപിച്ചു. പാരാഗ്ലൈഡറുകൾ, മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ, ഡ്രോണുകൾ, റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റുകൾ, ഹോട്ട് എയർ ബലൂണുകൾ തുടങ്ങിയവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ഉത്തരവ് ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ചുമത്തും. വിദേശ നേതാക്കൾ താമസിക്കുന്ന ഹോട്ടലുകൾക്കും പ്രോട്ടോകോൾ പ്രകാരമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ 10,000-ലധികം ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അർദ്ധസൈനിക വിഭാഗവും സുരക്ഷാ ചുമതല നിർവഹിക്കും. രാഷ്ട്രപതി ഭവനും പരിസരത്തുമായി NSG കമാൻഡോകൾക്കാണ് സുരക്ഷാ ചുമതല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളുടെ പ്രവേശനം തടയാൻ ഡൽഹി അതിർത്തികൾ ഇന്ന് രാത്രിയോടെ അടയ്ക്കും. തന്ത്രപ്രധാന മേഖലകളിലെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. സത്യപ്രതിജ്ഞ ഒരുക്കങ്ങളുടെ തയ്യാറെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ ചേരുന്നുണ്ട്. അച്യുതൻ, ഇപ്പോൾ വിദേശ പ്രതിനിധികൾ, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. മാലദ്വീപിൽ നിന്ന് ആരെങ്കിലും എത്തുമോ, പ്രതിനിധികളെ അയക്കുമോ എന്ന് നമുക്കറിയില്ല. അത്തരം ചില കൗതുകങ്ങൾ കൂടി ഇതിനൊപ്പമുണ്ട്. എന്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ഒരുക്കങ്ങളുടെ മറ്റു വിശദാംശങ്ങൾ? നേരത്തെ കർത്തവ്യപഥോ ഭാരത മണ്ഡപം പോലെയുള്ള സ്ഥലത്ത് നടത്താനായിരുന്നു തീരുമാനം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത്രയ്ക്ക് ആഘോഷം വേണ്ടെന്ന് BJP നേതൃത്വം പിന്നീട് തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വിജയകുമാർ, ഉന്മേഷ്, കാരണം വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒന്നാമതായി ഈ സത്യപ്രതിജ്ഞ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്. കാരണം വിദേശ പ്രമുഖരടക്കം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ചയുണ്ടായാൽ അത് രാജ്യത്തിൻ്റെ പ്രതിച്ഛയെ ബാധിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ രാഷ്ട്രപതി ഭവനും ഞാൻ നിൽക്കുന്ന ഈ പരിസര പ്രദേശങ്ങളടക്കമുള്ളവ നേരത്തെ തന്നെ പരിശോധിച്ച് വിശകലനം ചെയ്തിരുന്നു. നിലവിൽ ഇവിടെ ഡൽഹി പോലീസും അർദ്ധസൈനിക വിഭാഗവും ഉൾപ്പെടുന്ന സേനയാണ് സുരക്ഷയുടെ ഈ ചുമതല നിർവഹിക്കുന്നത്. ഈ തന്ത്രപ്രധാന മേഖലകളിൽ, ഞാൻ നിൽക്കുന്ന തന്ത്രപ്രധാന മേഖലകളിലടക്കം സൈന്യത്തിൻ്റെ ഒരു സുരക്ഷാ കവചം ഇവിടെ ഉണ്ടാകും. നമ്മൾ ഇതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയോടുകൂടി ഡൽഹി അതിർത്തി അടച്ചിടും. പുറത്തു നിന്നുള്ള ഒരു വാഹനങ്ങൾക്കും ഡൽഹിയിലേക്ക് പ്രവേശനം കാണില്ല. ഒപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഡൽഹിയിൽ നഗരത്തിനുള്ളിൽ വാഹന പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. നിരീക്ഷണ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. താൽക്കാലിക CCTVകൾ അടക്കം സുരക്ഷയുടെ ഭാഗമായി പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നോ ഫ്ലൈ സോണായി ഡൽഹിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് പാരാഗ്ലൈഡറുകൾ, മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റുകൾ, റിമോട്ട് പൈലറ്റ് എയർക്രാഫ്റ്റുകൾ, ഈ ഹോട്ട് ബലൂൺ ഉൾപ്പെടെയുള്ളവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഇത്തരം ഉത്തരവുകളിൽ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ കർശന പിഴ ചുമത്തുവാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം പ്രധാന റോഡുകളിലെല്ലാം ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളാണ് പ്രാഥമിക ഘട്ടത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ താമസിക്കുന്ന, അതായത് വിദേശ പ്രമുഖർ താമസിക്കുന്ന ഹോട്ടലുകൾ അത് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹോട്ടലുകളുടെ സ്റ്റാഫുകളുടെ ഒരു പശ്ചാത്തലമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. പ്രത്യേക കൺട്രോൾ റൂമുകൾ കൂടി ഈ സുരക്ഷയുടെ ഭാഗമായി സജ്ജമാക്കിയിട്ടുണ്ട്. അതായത് സ്ഥിതിഗതികൾ വിലയിരുത്തുവാൻ കൂടിയാണ് ഈ പ്രത്യേക കൺട്രോൾ റൂമുകൾ പലയിടങ്ങളിലായി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതായത് ഒരു തരത്തിലും ഒരു വീഴ്ചയും വരുത്താതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ, അതിനാണ് ഇത്ര ശക്തമായ സുരക്ഷ രാജ്യ തലസ്ഥാനത്ത് ഒരുക്കുന്നത്. എന്തായാലും മറ്റ് വിദേശ പ്രതിനിധികളായിട്ടുള്ള ഈ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, അതുപോലെ ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൽ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇതിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എത്തിച്ചേർന്നിട്ടുണ്ട്. സെയ്ഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്
എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മറ്റുള്ളവർ ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ലോകരാഷ്ട്ര തലവന്മാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകളും നേർന്നിരുന്നു. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിൽ കൂടുതൽ വിദേശ പ്രാതിനിധ്യം ഉറപ്പാക്കി അതൊരു വലിയ ചരിത്ര നേട്ടമായി കൂടി ഉയർത്തുവാനാണ് NDA സർക്കാരിന്റെ നീക്കം. ഏതാണ്ടൊരു 8,000-നും 10,000-നും ഇടയിൽ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അത് കർത്തവ്യപഥിലോ ഭാരത് മണ്ഡപത്തിലോ നടത്താനായിരുന്നു അന്ന് തീരുമാനം. അങ്ങനെയാണെങ്കിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇതിൻ്റെ ഭാഗമായി അന്ന് വൈകിട്ട് സംഘടിപ്പിക്കുമെന്നൊക്കെ BJP നേതൃത്വം അറിയിച്ചിരുന്നു. പക്ഷേ വിജയത്തിന് തിളക്കം കുറഞ്ഞതുകൊണ്ട്, കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കില്ലാത്തത് കൊണ്ടാകാം അത്തരം പരിപാടിയിലേക്ക് പോകുന്നില്ല. പക്ഷേ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അവരെയൊക്കെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നാളെ ഏതാണ്ട് 8,000-നും 10,000-നും ഇടയിൽ ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോഴും BJP നേതൃത്വം വിശദീകരിക്കുന്നത്. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശ രാഷ്ട്ര തലവന്മാരും പങ്കെടുക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഹെ തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്നു. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ, ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നംഗ്യൽ വാങ്ചുക്, മൗറീഷ്യസ് പ്രധാനമന്ത്രി തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ചടങ്ങിന്റെ ഭാഗമാകാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സേഷൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫും ഡൽഹിയിലെത്തി. മൂന്നാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് നിരവധി ലോക നേതാക്കൾ ആശംസകൾ അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, യമൻ പ്രധാനമന്ത്രി അഹമ്മദ് ബിൻ മുബാറക്, ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡിക്രൂ, അയർലൻഡ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ്, സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് വയോള ആംഹേർഡ്, ടെസ്ല CEO ഇലോൺ മസ്ക് തുടങ്ങിയവരാണ് ആശംസകൾ അറിയിച്ചവരിൽ പ്രമുഖർ. വിവിധ മതവിഭാഗങ്ങളിലെ 50ഓളം പുരോഹിതരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അഭിഭാഷകർ, ഡോക്ടേഴ്സ്, കലാകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ ചടങ്ങിന് സാക്ഷിയാകും. 24 ഡൽഹി. ഇനി നമ്മൾ പോകുന്നത് പ്രതിപക്ഷത്തെ ചില സുപ്രധാന നീക്കങ്ങളിലേക്കാണ്. വയനാട് ഒഴിഞ്ഞ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക്. റായ്ബറേലി നിലനിർത്തേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കി ഉത്തർപ്രദേശ് PCCയും ഭൂരിഭാഗം നേതാക്കളും ഉന്നയിച്ച ആവശ്യത്തെ കേരള നേതാക്കൾ എതിർത്തില്ല. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി എത്തിയേക്കില്ല എന്നാണ് വിവരം. പാർട്ടിയും രാഹുൽ ഗാന്ധിയുമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും KPCCക്ക് റോൾ ഇല്ലെന്നും K സുധാകരൻ പ്രതികരിച്ചു. 17-നകം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പ്രവർത്തക സമിതിയിൽ ഉത്തർപ്രദേശ് അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനുണ്ടായ വലിയ വിജയം ചർച്ച ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ആലോചന വന്നത്. വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി ജൂൺ 17-ന് മുൻപ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെക്കണം. ഉത്തർപ്രദേശിൽ പാർട്ടി നേടിയ വൻ വിജയം, റായ്ബറേലിയുമായി ഗാന്ധി കുടുംബത്തിനുള്ള വൈകാരിക ബന്ധം, പാർട്ടിയുടെ മുന്നോട്ടുപോക്കിന് നൽകുന്ന ഊർജം തുടങ്ങി നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെല്ലാം വിലയിരുത്തിയാണ് റായ്ബറേലി നിലനിർത്താനുള്ള തീരുമാനം. രാഹുൽ വയനാട്ടിൽ തുടരണമെന്ന ആഗ്രഹം പ്രവർത്തക സമിതിയിൽ പങ്കെടുത്ത കേരള നേതാക്കൾ പ്രകടിപ്പിച്ചു. വയനാട് ഒഴിയുന്നതിൽ രാഹുൽ ഗാന്ധി ഒട്ടും സന്തുഷ്ടരല്ല എന്നാണ് സൂചന. തർക്കമൊന്നുമില്ല, അത് വളരെ സ്മൂത്തായിട്ട് ആ പ്രശ്നം തീരും. രാഹുൽജിക്ക് തീരുമാനിക്കാം വേറെ ഹീവാണ് അദ്ദേഹം അത് പറഞ്ഞാൽ അതിലേക്കും തീരുമാനം. KPCCക്ക് അതിനകത്ത് അഭിപ്രായത്തിന് പ്രസക്തിയില്ല. KPCCക്ക് എന്താ പ്രസക്തി? അതിന്റെ അകത്ത് രാഹുൽജിയാണ് തീരുമാനിക്കേണ്ടത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് രാഹുൽ വയനാട്ടിലും റായ്ബറേലിയിലും ജനങ്ങൾക്ക് നന്ദി പറയാൻ എത്തും. അതായത് ഒരു സീറ്റിലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. 17-ാം തീയതിക്ക് മുമ്പ് ചെയ്യണം, തീരുമാനം എടുക്കണം. 17-ാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി തീരുമാനിക്കും റായ്ബറേലിയാണോ വയനാടാണോ. 2 സീറ്റും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാടിനോട് ഏറ്റവും വലിയ പ്രതിബദ്ധതയുണ്ട്. റായ്ബറേലി ഇന്ദിരാഗാന്ധി മുതൽ പ്രതിനിധാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് 2 സീറ്റും അതുപോലെ അമേത്തി ഞങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതോടെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യം ശക്തമായി. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയുടെ പേരും ഉയർന്നു വരാമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതേസമയം തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന K മുരളീധരനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. മുസ്ലിം ലീഗും ഈ ആവശ്യത്തോട് യോജിക്കുന്നു. 24 ഡൽഹി.
അപ്പോൾ രാഹുൽ ഗാന്ധി മണ്ഡലം വിട്ട് റായ്ബറേലിയിലേക്ക് പോകുന്നതിനെ പറ്റി വയനാട്ടിലെ വോട്ടേഴ്സിന്, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. രാഹുൽ ഗാന്ധി വയനാടൻ ജനതയോട് കാണിച്ച് ഏറ്റവും വലിയ എന്താ പറയുക ചതി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ആദ്യം ചെയ്യണമായിരുന്നു. റായ്ബറേലിയിൽ മത്സരിക്കുന്നു പറയുമ്പോൾ ആദ്യം തന്നെ ചെയ്ത് വയനാടൻ ജനതയോട് ഇങ്ങനെ ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാഹുൽ ഗാന്ധി എന്താ പറയുക, ഞങ്ങൾക്കൊന്നും പറയാനില്ല. വയനാടൻ ജനതയെ വഞ്ചിച്ചിരിക്കുന്നു, വേറൊന്നും പറയാനില്ല ഇതിനകത്ത്. രാഹുൽ ഗാന്ധിയെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം രാജ്യത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചാലും കുഴപ്പമില്ല, അടുത്ത ഇലക്ഷനെ നേരിടാൻ വയനാട്ടിലെ ജനങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിന് വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹം നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കും. ശരിയല്ലല്ലോ, നമുക്ക് എന്തായാലും നമ്മൾ ഒരായതുകൊണ്ടാണല്ലോ നമ്മളെ മൂപ്പരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പോൾ മൂപ്പര് ഇവിടുന്ന് റിയാക്ഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തായാലും വോട്ട് ചെയ്യില്ല. അതാണ് നമ്മളെ ആഗ്രഹം. അയാൾക്ക് സൗകര്യം അവിടെയാണല്ലോ, അപ്പോൾ വിടലായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നത്. പോകുന്നത് സന്തോഷമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിലും അവിടെയാണ് അവർക്ക് വരാനും പോകാനൊക്കെ സൗകര്യമുള്ളത്. ഇവിടെ എത്തിപ്പെടാനൊക്കെ പണിയാണ്. വയനാട്ടിൽ വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ നടക്കുന്ന സംഭവമല്ലേ. രണ്ട് വലിയ ആൾക്കാരൊക്കെ രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഴിവാക്കുന്നത്. ഇതിപ്പോൾ നാളെ പുത്തിരിയൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധി വേണമെന്നാണ് അഭിപ്രായം. പക്ഷെ അതൊന്നും ഇപ്പം നടക്കില്ലല്ലോ. രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറയാനാണ്, ഞങ്ങളൊക്കെ നല്ലൊരു MP സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളൊക്കെ നല്ലൊരു ആളെന്നുള്ള രീതിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. പക്ഷേ വയനാടിനെ വഞ്ചിക്കുകയാണ് മൂപ്പർ ചെയ്തത്. അദ്ദേഹത്തിനെ പോലുള്ളൊരു നേതാവ് ഇവിടുന്ന് പോകുന്നതിനെ പറ്റി നമുക്ക് നല്ല വിഷമമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരി ഇവിടെ വരും എന്നുള്ളൊരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങൾ വരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിൽ എന്നതാണ്. വയനാട് സീറ്റ് ഒഴിവാക്കി റായ്ബറേലി സ്വന്തം മണ്ഡലമായി അങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് രാഹുൽ ഗാന്ധി. മുൻകാലങ്ങളിൽ അടൽ ബിഹാരി വാജ്പേയിയും സോണിയാഗാന്ധിയും നരേന്ദ്രമോദിയുമെല്ലാം 2 സീറ്റിൽ നിന്ന് മത്സരിക്കുകയും 1 സീറ്റ് ഒഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്കാണ് ഇനി. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഏതൊരു വ്യക്തിക്കും 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഒരേ സമയം മത്സരിക്കാനാകും. 2 മണ്ഡലങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് 14 ദിവസത്തിനകം ഒഴിയുകയും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് നിയമം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും മത്സരിച്ച് ജയിച്ചതുപോലെ മുൻപും പല പ്രമുഖ സ്ഥാനാർത്ഥികൾ 1-ലധികം മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. 1991 പൊതുതെരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയി മധ്യപ്രദേശിലെ വിദിഷയിൽ നിന്നും ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നും മത്സരിച്ച് ജയിച്ചെങ്കിലും ലക്നൌ സീറ്റിൽ തുടരാനാണ് തീരുമാനിച്ചത്. 1996 പൊതുതെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട വാജ്പേയി ലക്നൌവിൽ നിന്നും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നും മത്സരിച്ച് ജയിച്ചു. അന്നും ലക്നൌ മണ്ഡലത്തിൽ തുടരാനാണ് വാജ്പേയി തീരുമാനിച്ചത്. ഗാന്ധിനഗറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 1999 കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിലും ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിച്ചിരുന്നു. 2ഇടത്തും ജയിച്ചുവെങ്കിലും അമേഠിയിൽ തുടരാനായിരുന്നു സോണിയാഗാന്ധിയുടെ തീരുമാനം. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നും മത്സരിച്ച് ജയിച്ചെങ്കിലും വാരാണസി സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക് കാന്തബെഞ്ചിയിൽ നിന്നും ഹിഞ്ചിലിയിൽ നിന്നും മത്സരിച്ചിരുന്നു. ഹിഞ്ചിലിയിൽ വിജയിച്ചെങ്കിലും കാന്തബെഞ്ചിയിൽ പരാജയപ്പെട്ടു. 1-ലധികം മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഒരേ സ്ഥാനത്തിനായി മത്സരിക്കാൻ അനുവദിക്കുന്ന 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 33(7) വകുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ഇന്ത്യ മുന്നണിയിൽ മറ്റു ചില ശ്രദ്ധേയമായ നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ ഉചിതമായ സമയത്തിനായി കാത്തിരിക്കാമെന്ന സഖ്യത്തിന്റെ തീരുമാനത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. ഉപാധികൾ BJP അംഗീകരിച്ചില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം ചേരുന്നത് പരിഗണിക്കാമെന്ന് TDPയുടെയും JDUവിന്റെയും ഉറപ്പ് ലഭിച്ചുവെന്നാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ പറയുന്നത്. ഉത്തർപ്രദേശ് പ്രതിപക്ഷ നേതൃസ്ഥാനം ഉപേക്ഷിച്ച് അഖിലേഷ് യാദവ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും തൽക്കാലം ഉചിതമായ അവസരത്തിനായി കാത്തിരിക്കാമെന്നാണ് ഇന്ത്യ സഖ്യ യോഗത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ഉടൻ അട്ടിമറി നീക്കം നടത്തുന്നത് അവസരവാദി പ്രതിച്ഛായ നൽകുമെന്ന കോൺഗ്രസിന്റെ ന്യായീകരണത്തെ അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് എന്നാൽ തയ്യാറല്ല. BJPക്ക് കനത്ത ആഘാതമേൽപ്പിക്കാൻ ഉചിതമായ സമയം ഇതെന്നാണ് തൃണമൂലിന്റെ നിലപാട്. ഇന്ത്യ സഖ്യ യോഗത്തിന് പിന്നാലെ അഭിഷേക് ബാനർജി അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തി. മുംബൈയിലെത്തി ഉദ്ധവ് താക്കറെയും അഭിഷേക് കണ്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രാദേശിക പാർട്ടി നേതാക്കളെ കാണും. നിതീഷുമായും നായിഡുവുമായും തുടർ ചർച്ചകൾക്ക്
ഇരുവരുമായി അടുത്ത വ്യക്തിബന്ധമുള്ള അഖിലേഷ് യാദവ് മുൻകൈയെടുക്കാനാണ് ധാരണ. ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉപേക്ഷിച്ച് അഖിലേഷ് യാദവ് ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമാകും. നിതീഷ് കുമാറിന് ഇന്ത്യ സഖ്യം പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തിരുന്നതായി JDU ദേശീയ വക്താവ് KC ത്യാഗി വെളിപ്പെടുത്തി. അഗ്നിവീർ പരിപാടി റദ്ദാക്കുക, ജാതി സർവേ നടത്തുക, മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകുക, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും പ്രത്യേക സാമ്പത്തിക പാക്കേജുകൾ നൽകുക എന്നീ ആവശ്യങ്ങൾ BJP അംഗീകരിച്ചില്ല എങ്കിൽ നിതീഷും നായിഡുവും ഇന്ത്യ സഖ്യത്തിലെത്തുമെന്നാണ് സമാജ്വാദി പാർട്ടി നേതൃത്വം നൽകുന്ന സൂചന. അതോടെ 2 MP-മാരുള്ള പവൻ കല്യാണിന്റെ പാർട്ടിയും ഇന്ത്യ സഖ്യത്തിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. നിതീഷിനെ പ്രധാനമന്ത്രിയാക്കുന്നതിനായി ജാതി സെൻസസ് നടപ്പാക്കുന്നതിനപ്പുറം മറ്റുപാധികളില്ലാതെ പുറമേ നിന്ന് പിന്തുണയ്ക്കാൻ പോലും കോൺഗ്രസ് തയ്യാറാണെന്നാണ് SP നേതാക്കൾ നൽകുന്ന സൂചന. 2022 മഹാരാഷ്ട്രയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും മഹാഅഘാടി സഖ്യം രൂപീകരിച്ച് അധികാരം പിടിച്ചതിന് സമാനമായ പദ്ധതിയാണ് ഇന്ത്യ സഖ്യം തയ്യാറാക്കുന്നത്. 24 ഡൽഹി. തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിയിൽ എന്നുള്ള വാർത്ത വരുന്നു. KPCC പ്രസിഡന്റുമായും പ്രതിപക്ഷ നേതാവുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. DCCയിൽ ഇന്നലെ ഉണ്ടായ കൂട്ടത്തല്ല് വിശദീകരിക്കാൻ നേതൃത്വം അറിയിച്ചതനുസരിച്ചാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, രാജി സന്നദ്ധത അറിയിക്കുന്നുണ്ട് DCC അധ്യക്ഷൻ എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് രാജി ചോദിച്ചു വാങ്ങുമോ? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടായിരുന്നു ഇന്നലെ തൃശ്ശൂർ DCCയിൽ നടന്ന കയ്യാങ്കളിയും മറ്റ് ബഹളങ്ങളും തർക്കങ്ങളും ഒക്കെ. വിജയകുമാർ, ഉന്മേഷ്, നാളെ നാളെ KPCC പ്രസിഡന്റ് തൃശ്ശൂരിലേക്ക് എത്തും എന്നായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തി ഇന്നലെ ഉണ്ടായ കയ്യാങ്കളിയെക്കുറിച്ച് തുടർ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് അറിയിച്ചത്. പക്ഷേ ഇതെല്ലാം മാറുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റ് തന്നെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുന്ന ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ജോസ് വള്ളൂർ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും എല്ലാം തന്നെ ഡൽഹിയിലാണുള്ളത്. അവിടെ വന്ന കാര്യങ്ങൾ അടിയന്തരമായി വിശദീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെ കാണുന്നതിനുള്ള ഒരു ശ്രമവും ജോസ് വള്ളൂർ നടത്തുന്നുണ്ട്. തന്റെ ഭാഗം വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിലെ മുതിർന്ന 4 നേതാക്കൾക്കെതിരെ നടപടിക്ക് ദേശീയ നേതൃത്വം ഒരുങ്ങിയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലെ നടപടിയിലേക്ക് പോയേക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതോടുകൂടിയാണ് ഈ ഡൽഹിയിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ ജോസ് വള്ളൂർ എത്തിയത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരം എത്തിയതല്ല, മറിച്ച് KPCC പ്രസിഡന്റ് കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി KPCC പ്രസിഡന്റ് ദേശീയ നേതൃത്വവുമായി സംസാരിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തല്ലും അതിനു പിന്നിലുണ്ടായ നേതാക്കളുടെ ഇടപെടലും വച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന അന്ത്യശാസനം ഇന്നലെ ദേശീയ നേതൃത്വം നൽകിയിരുന്നു. അതിന്റെ ഗൗരവത്തിൽ തന്നെയാണ് DCC പ്രസിഡന്റിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ജോസ് വള്ളൂർ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ജോസ് വള്ളൂർ അവിടെ വിശദീകരിക്കുക, നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം തന്റെ ഭാഗത്ത് തെറ്റുകളില്ല, സ്വാഭാവികമായും സംഘടനയ്ക്കുണ്ടായ വീഴ്ചയാണ് K മുരളീധരന്റെ തോൽവിയിലേക്ക് നയിച്ചത്. അതേ തുടർന്ന് ജില്ലയിൽ ഒരു വിഭാഗം നേതാക്കൾ ഈ ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ കൂട്ടത്തല്ലിലേക്കെല്ലാം കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത്. ആവശ്യമെങ്കിൽ താൻ DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ സന്നദ്ധനാണ് എന്ന് ഈ ഘട്ടത്തിൽ, ചർച്ചയുടെ ഘട്ടത്തിൽ അറിയിക്കും എന്നുള്ളതാണ് ജോസ് വള്ളൂരുമായി ബന്ധപ്പെട്ടവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നത്. എന്തായാലും DCC പ്രസിഡന്റിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഡൽഹിയിലാണ് നിലവിലുള്ളത്. DCCയിലെ കൂട്ടത്തല്ലിൽ ഒരു വിശദീകരണം നൽകാൻ വേണ്ടി കൂടിയാണ് ജോസ് വള്ളൂർ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, AICC ജനറൽ സെക്രട്ടറി തുടങ്ങിയവരെ കാണും, തന്റെ ഭാഗം വിശദീകരിക്കും, ആവശ്യമെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണ് എന്നുകൂടി അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിലൂടെ ഇന്ത്യ സഖ്യം നേടിയ മേൽക്കൈ ബീഹാറിൽ തേജസ്വി യാദവിന് കൈവരിക്കാനായില്ല. ഇതിന്റെ കാരണങ്ങൾ തേടുന്ന റിപ്പോർട്ടിലേക്ക്. ഉത്തർപ്രദേശിലെ 80-ൽ 37 സീറ്റിൽ സമാജ്വാദി പാർട്ടിയും 6 സീറ്റിൽ കോൺഗ്രസും ജയിച്ചപ്പോൾ BJPക്ക് ജയിക്കാനായത് 33 സീറ്റുകളിൽ മാത്രം. 2019-ൽ സമാജ്വാദി പാർട്ടി 37 സീറ്റിൽ മത്സരിച്ചിരുന്നു. BSPയുമായി സഖ്യത്തിലായിരുന്നു അന്ന് സമാജ്വാദി പാർട്ടി. ജയിച്ചത് കേവലം 5 സീറ്റിൽ. ഇത്തവണ അഖിലേഷ് യാദവ് ട്രാക്ക് മാറ്റി. സമാജ്വാദി പാർട്ടി 62 സീറ്റിലും സഖ്യകക്ഷിയായ കോൺഗ്രസ് 17 സീറ്റിലും മത്സരിച്ചു. സമാജ്വാദി പാർട്ടിയുടെ വിജയ സമവാക്യം മുസ്ലിം യാദവ വോട്ട് ബാങ്കായിരുന്നു. യാദവ ഇതര പിന്നോക്ക വിഭാഗങ്ങൾ BJPക്കൊപ്പമാണ് ഇതുവരെ നിലയുറപ്പിച്ചിരുന്നത്. ഇത്തവണ യാദവ സമുദായത്തിൽപ്പെട്ട 5 സ്ഥാനാർത്ഥികളെ സമാജ്വാദി പാർട്ടി പട്ടികയിൽ ഉണ്ടായിരുന്നുള്ളൂ. 5ഉം മുലായം സിംഗ് യാദവിന്റെ കുടുംബക്കാർ. 2019-ൽ 37 സ്ഥാനാർത്ഥികളിൽ 10ഉം യാദവ സമുദായക്കാരായിരുന്നു.
മുസ്ലിം യാദവ സമവാക്യം, PDA അഥവാ പിന്നാക്കക്കാർ, ദളിത്, ന്യൂനപക്ഷങ്ങൾ എന്ന് അഖിലേഷ് യാദവ് മാറ്റി. SP-യുടെ സ്ഥാനാർത്ഥികളിൽ 27 പേർ യാദവേതര പിന്നോക്കക്കാരായിരുന്നു. 15 സ്ഥാനാർത്ഥികൾ പട്ടിക വിഭാഗത്തിൽപ്പെട്ടവരും. ഇവരിൽ ഒരാളെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ നിർത്തി ജയിപ്പിച്ചു. 4 ബ്രാഹ്മണർ, 2 ഠാക്കൂർ, 2 വൈശ്യർ, 1 ഖത്രി എന്നിങ്ങനെ 17 മേൽജാതിക്കാരും സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളായി. മുസ്ലിം സമുദായക്കാർ 4 പേർ മാത്രം. പുതിയ സമവാക്യം സമാജ്വാദി പാർട്ടിയുടെ വിജയത്തിൽ പ്രധാന ഘടകമായി. लोकतंत्र में और गिनती जब होती है तो आस और उम्मीद कभी खत्म नहीं होनी चाहिए. आस हमेशा बनी रहनी चाहिए, उम्मीद हमेशा रहनी चाहिए. ബീഹാറിൽ RJDക്കും മുസ്ലിം യാദവ വോട്ടാണ് അടിത്തറ. അതിനുമപ്പുറം സ്വാധീനം വർദ്ധിപ്പിക്കാൻ തേജസ്വി യാദവ് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. RJDക്ക് 4, കോൺഗ്രസിന് 3, CPI MLന് 2 സീറ്റുകളെ വിജയിക്കാനായുള്ളൂ. മറുവശത്ത് BJPയും JDUവും 12 സീറ്റുകളിൽ വീതവും LJP 5 സീറ്റിലും വിജയിച്ചു. RJD സ്ഥാനാർത്ഥികളിൽ 2 മേൽജാതിക്കാരും 1 ബനിയ സമുദായാംഗവുമേ ഉണ്ടായിരുന്നുള്ളൂ. ചുരുക്കത്തിൽ പരമ്പരാഗത വോട്ട് ബാങ്കിനപ്പുറത്തേക്ക് പോകാൻ അഖിലേഷ് യാദവിന് കഴിഞ്ഞപ്പോൾ മുസ്ലിം യാദവ വോട്ട് ബാങ്കിനപ്പുറം നേടാൻ തേജസ്വി യാദവിനായില്ല. നാഷണൽ ഡെസ്ക് 24. ഇതിന്റെ തുടർച്ചയാണ് അടുത്ത റിപ്പോർട്ടും. മത സാമുദായിക സമവാക്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ന്യൂനപക്ഷങ്ങളുടെയും സ്ത്രീകളുടെയും പ്രാതിനിധ്യം 18ാം ലോക്സഭയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട NDA അംഗങ്ങളിൽ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പോലുമില്ല. NDA പ്രതിനിധികളിൽ 3-ൽ ഒരാൾ മുന്നാക്ക ജാതിയിൽപ്പെട്ടവരാണ്. ആ കണക്കുകളിലേക്ക്. പാർലമെന്റിലടക്കം സ്ത്രീ സംവരണം 33% ബില്ല് പാസ്സായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പക്ഷേ വനിതാ സംവരണ നിയമം ഇന്ത്യയിൽ നടപ്പായിട്ടില്ല. 797 വനിതകളാണ് ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചത്. BJP 69 വനിതകളെയും കോൺഗ്രസ് 41 പേരെയും മത്സരിപ്പിച്ചു. എന്നാൽ ആകെ വിജയിച്ചത് 74 പേർ. സ്ത്രീ പ്രാതിനിധ്യം ലോക്സഭയുടെ 13.62% മാത്രം. കഴിഞ്ഞ ലോക്സഭയിൽ 78 വനിതകൾ അംഗങ്ങളായിരുന്നു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസാണ് വനിതാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചതിൽ മുന്നിൽ. തൃണമൂലിന്റെ 29 MPമാരിൽ 11 പേരും സ്ത്രീകളാണ്. NDA സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ മുന്നോക്ക ജാതികളിൽ നിന്നുള്ളവരായിരുന്നു. ആകെ മത്സരിപ്പിച്ചവരുടെ 31.3%. അതിൽ തന്നെ 15% ബ്രാഹ്മണരായിരുന്നു. NDA മുന്നണിയിൽ നിന്ന് വിജയിച്ചവരിൽ 14.7% ബ്രാഹ്മണരാണ്. ഇന്ത്യ മുന്നണി മത്സരിപ്പിച്ചവരിൽ 10% ബ്രാഹ്മണർ. ഇന്ത്യ മുന്നണിയുടെ ആകെ MPമാരിൽ വെറും 12% മുന്നോക്ക ജാതികളിൽ നിന്നുള്ളത്. NDAയുടെ MPമാരിൽ 24% പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നാണ്. ഇന്ത്യ മുന്നണിയിൽ ഇത് 28%. സംവരണ സീറ്റുകളല്ലാതെ ജനറൽ സീറ്റുകളിൽ പട്ടികജാതി സ്ഥാനാർത്ഥികളെ മുന്നണികൾ മത്സരിപ്പിച്ചത് വിരളമാണ്. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി ദളിത് സ്ഥാനാർത്ഥിയായ അവധേഷ് പ്രസാദിനെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതാണ് ഇതിൽ ശ്രദ്ധേയമായത്. ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ കൂടുതലായി രംഗത്തിറക്കി ഇന്ത്യ മുന്നണി പ്രയോഗിച്ച തന്ത്രം വിജയിച്ചിരുന്നു. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ 12.4% പേർ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഫലം വന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആകെ MPമാരിൽ 17% പേർ ഈ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ്. NDA മുന്നണി സ്ഥാനാർത്ഥികളുടെ 1.7% മാത്രമേ ഈ വിഭാഗങ്ങളിൽ നിന്നുണ്ടായുള്ളൂ. അവരിൽ ഒരാൾ പോലും വിജയിച്ചില്ല. ഇന്ത്യൻ ജനസംഖ്യയുടെ 14% മുസ്ലിം മതവിഭാഗം. എന്നാൽ ആകെ മുസ്ലിം MPമാരുടെ എണ്ണം 8%-ൽ താഴെയേ വരൂ. എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങൾ തീരെ കുറവാണ്. മുസ്ലിം സമുദായം വിവിധ മണ്ഡലങ്ങളിലായി ചിതറിയ നിലയിലായതിനാൽ മിക്കവാറും മണ്ഡലങ്ങളെല്ലാം തന്നെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളുടെ സ്ഥിതിയും ഇതുതന്നെ. അതിനാൽ ഭൂരിപക്ഷ സമുദായങ്ങളെ മത്സരിപ്പിക്കാൻ മുന്നണികൾ നിർബന്ധിതരാകുന്നു. ഇരു മുന്നണികളും മത്സരിപ്പിച്ച ബുദ്ധ സ്ഥാനാർത്ഥികളിൽ ഒരാൾ പോലും ജയിച്ചില്ല. ന്യൂനപക്ഷ പ്രാതിനിധ്യം വർഷം തോറും കുറഞ്ഞു വരുന്നത് വലിയ സൂചനകളാണ് നൽകുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. തീവ്രവാദ കുറ്റത്തിന് ജയിലിലുള്ള 2 പേർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ അസാധാരണ സാഹചര്യമാണ് നിലവിലുള്ളത്. സിഖ് വിഘടനവാദി അമൃത്പാൽ സിംഗ്, തീവ്രവാദ കുറ്റത്തിന് ജയിലിലുള്ള എഞ്ചിനീയർ റാഷിദ് എന്നിവരാണ് വിചാരണ തടവുകാരായിരിക്കെ മത്സരിച്ച് വിജയിച്ചത്. നിയമപ്രകാരം ഇവർക്ക് MPമാരായി സത്യപ്രതിജ്ഞ ചെയ്യാമെങ്കിലും ലോക്സഭാ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനാവില്ല. സിഖ് വിഘടനവാദി അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ ഖദൂർ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം ചെയ്ത കുറ്റത്തിന് ജയിലിലുള്ള എഞ്ചിനീയർ റാഷിദ് എന്ന ഷെയ്ഖ് അബ്ദുൽ റാഷിദ് ജമ്മു കശ്മീരിലെ ബരാമുള്ള മണ്ഡലത്തിൽ നിന്നുമാണ് ജയിച്ചത്.
സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇരുവർക്കും പ്രത്യേക അനുമതി വേണം. ഭരണഘടനയുടെ 101 വകുപ്പ് അനുസരിച്ച് അംഗങ്ങൾക്ക് സ്പീക്കറുടെ അനുമതിയില്ലാതെ സഭയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. സത്യപ്രതിജ്ഞ ചെയ്ത് എംപിമാരായാൽ സഭയിൽ ഹാജരാവാൻ കഴിയില്ലെന്ന് അറിയിച്ച് ഇരുവരും സ്പീക്കർക്ക് അപേക്ഷ നൽകണം. അപേക്ഷ സ്പീക്കർ സഭാ കമ്മിറ്റിക്ക് വിടും. സഭാ കമ്മിറ്റി ഇരുവരുടെയും ആവശ്യം അംഗീകരിക്കുന്നതിൽ ശുപാർശ നൽകും. ശേഷം വിഷയം സ്പീക്കർ ലോക്സഭയിൽ വോട്ടിനിടും. തുടർന്നാകും അന്തിമ തീരുമാനം. ബരാമുള്ളയിൽ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് എഞ്ചിനീയർ റാഷിദ് 2 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത്. അമർപാൽ സിംഗ് തോൽപ്പിച്ചത് കോൺഗ്രസിലെ കിൽബിർ സിംഗിനെ. വിചാരണ നേരിടുന്ന ഇരുവരും 2 അതിലധികമോ വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടാൽ 2013 സുപ്രീം കോടതി വിധി അനുസരിച്ച് ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടും. ന്യൂസ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ റോഡ് ടു ഡൽഹി ഇവിടെ പൂർത്തിയാവുകയാണ്.